ഹലോ ഗൈസ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഹാംസ്റ്റർ കോയിൻ എങ്ങനെ ഏൺ ചെയ്യാം. ഹാംസ്റ്റർ കോയിൻ ഏൺ ചെയ്യണ മുമ്പ് നിങ്ങൾ ടെലിഗ്രാം ആപ്പിലാണ് ഏൺ ചെയ്യേണ്ടത്. വേറൊരു ആപ്പിലും അല്ല, വേറൊരു വെബ്സൈറ്റിലല്ല. ടെലിഗ്രാം ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഹോം പേജിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകും. പക്ഷേ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ കോൺടാക്ട്സും സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ വാലറ്റ് ആഡ് ചെയ്യണം. വാലറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ മുകളിലൂടെ വാലറ്റ് തന്നെ സാധനം കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നെങ്കിൽ ഈ 3 ബാർ പോലെയുള്ള ലെഫ്റ്റ് സൈഡിൽ നിൽക്കുമ്പോൾ പ്രൊഫൈൽ അതായത് വാലറ്റ് ഉണ്ടാവും. അവിടെ വാലറ്റ് ഉണ്ട്. ആ വാലറ്റ് അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് വാലറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പോൾ നേരത്തെ സെർച്ച് ചെയ്യേണ്ടി വന്നേക്കുന്നത്. വാലറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ബ്ലൂ ടിക്കുള്ള വാലറ്റ് വരും. ബ്ലൂ ടിക്കുള്ള ഈ സിമ്പിളുള്ള വാലറ്റാണ് എടുക്കേണ്ടത്. ആ വാലറ്റ് എടുത്തിട്ട് അവിടെ നിങ്ങൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവർ എന്തൊക്കെയാണെന്ന് ഗൈഡ് തരുന്നതാണ്. അതൊക്കെയിട്ട് വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പറൊക്കെ വെച്ച് എന്തോ വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് വാലറ്റൊക്കെ വരുന്നത്. എൻ്റെ വാലറ്റിൻ്റെ കുറേ അനൗൺസ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. അങ്ങനെ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിക്കണം. ഞാൻ വാലറ്റ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ഹാംസ്റ്ററിലേക്ക് പോകാം. വാലറ്റിൽ നമ്മുടെ ക്രിപ്റ്റോ മേടിക്കാനുള്ള വാലറ്റായിട്ട് കാണിക്കുക. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ആക്കി വെച്ചേക്കണതാണ്. അത് നിങ്ങളുടെ US ആയിരിക്കും ആദ്യം വരുന്നത്. ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാ ഗൈഡൻസ് തരും. പല പല സാധനങ്ങൾ കാണാൻ, നോട്ട് കോയിൻ, ബിറ്റ് കോയിൻ, ടൺ കോയിൻ, ഇതെല്ലാം ഇതിൽ മേടിക്കാവുന്നതാണ്, എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വാലറ്റ് എടുക്കേണ്ട അകത്ത് തന്നെ വരുന്നത്. വാലറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് ഹാംസ്റ്ററിലേക്ക് പോകുന്നത്. കാരണം ഹാംസ്റ്ററിൻ്റെ അകത്ത് ഈ വാലറ്റ് കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഹാംസ്റ്ററിൻ്റെ അകത്ത് പോകുകയാണെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് തന്നെ എടുക്കുക. സെർച്ച് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റീസെൻറ്റ് സെർച്ചിൽ ഹാംസ്റ്റർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഹാംസ്റ്റർ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുക. ഹാംസ്റ്റർ സെർച്ച് ചെയ്യുമ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് അനൗൺസ്മെൻറ്റ് 2 ചാനലാണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. അത് രണ്ടും ബ്ലൂ ടിക്ക് മാർക്ക് ഉണ്ട്. ബ്ലൂ ടിക്ക് മാർക്ക് ഉള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്ലൂ ടിക്ക് മാർക്കും ഇമേജും അത് തന്നെയാണ്. അത് നോക്കണം. രണ്ടും വേണം. അതിനകത്ത് കുറേ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ വേറെ കുറേ ചാനൽസൊക്കെ ഉണ്ടാവും. അതിലൊന്നും കയറി പറ്റരുത്. ചിലത് നല്ല ചാനൽസാണ്, ചിലത് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽസാണ്. അതൊന്നും കുഴപ്പമില്ല. അല്ലാതെ ഫ്രോഡ് ചാനൽസ് ഉണ്ട്, ഫ്രോഡ് ബോട്ട്സ് ഉണ്ടാവും. അത് കയറിപ്പോൾ ബ്ലൂ ടിക്കുള്ള ഹാംസ്റ്റർ ബോട്ടിലും ഈ ഹാംസ്റ്റർ കോമ്പാക്ട് അനൗൺസ്മെൻറ്റിൽ രണ്ടിലും ജോയിൻ ചെയ്യേണ്ടതാണ്. തൽക്കാലത്തേക്ക് ഹാംസ്റ്റർ കോമ്പാക്ട് അനൗൺസ്മെൻറ്റ് ജസ്റ്റ് കാണിച്ചു തരാം. അതിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ അനൗൺസ്മെൻറ്റും, ഇനി നടക്കാൻ പോകുന്നത്, ഇപ്പോൾ എന്താ നടക്കുന്നത്, ഇനി എന്തൊക്കെയാണ് പുതിയ കാർഡ്സ് വന്നത് എന്നുള്ള എല്ലാം കാണിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇതും ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. തിരിച്ചു വരാം. ഒന്നും കൂടി ഹാംസ്റ്റർ കോമ്പാക്ട് സെർച്ച് ചെയ്യുമ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് ബോട്ടിലേക്ക് പോകാം. ബോട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അതിൽ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടാകും. അതിവിടെ ഉള്ള ടൈപ്പ് ചെയ്തിരിക്കേണ്ടത്. നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് എന്താണെന്നും അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ ഇവിടെ പോപ്പ് ചെയ്യും. അതിന് 3 ഓപ്ഷൻ ഉണ്ടാകും. പ്ലേ ടു ക്ലിക്ക്, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ടു ചാനൽ, പിന്നെ ഹൗ ടു ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇത് 3 ചെയ്യേണ്ടതാണ്. അപ്പോൾ ഹൗ ടു ഏൺ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള സാധനം പറഞ്ഞു. ടാപ്പ് ചെയ്യുമ്പോൾ കോയിൻ കളക്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് മൈൻ ചെയ്യേണ്ടത്, കാർഡ്സ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം, പ്രോഫിറ്റ് പെർ അവർ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ലെവൽ എങ്ങനെ കൂട്ടി നമ്മുടെ ഫ്രണ്ട്സ് വഴി എങ്ങനെ കൂടുതൽ ബോണസ് കിട്ടും, അതുപോലെ തന്നെ ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യും എന്നുള്ള അനൗൺസ്മെൻറ്റും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അനൗൺസ്മെൻറ്റ് ഡേറ്റ് ഇപ്പോഴും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഹൗ ടു ഏൺ എന്നൊക്കെയാണ് ഈ സാധനം വന്നേക്കുന്നത്. സബ്സ്ക്രൈബ് ചാനൽ എന്ന് പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനലിലും അല്ലാതെ ഈ ചാനലും ഉണ്ട് കേട്ടോ. ഈ അനൗൺസ്മെൻറ്റ് ചാനലിലേക്കാണ് സബ്സ്ക്രൈബ് പറഞ്ഞേക്കുന്നത്. അത് ജോയിൻ ചെയ്യുമ്പോൾ അതും ആകും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ ഗെയിമിൻ്റെ അകത്ത് അവർ പറയും. പ്ലേ ഇൻ 1 ക്ലിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് കിടക്കാം. ഇതാണ് അതിൻ്റെ ലോഡിങ് പേജ്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പേജ് തന്നെ കുറച്ചായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് പഴയ വെർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വെർഷനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഹോം സ്ക്രീൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് ടൈം കയറി കഴിഞ്ഞിട്ട് പിന്നീട് കയറുമ്പോൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. എൻ്റെ കോയിൻ ഞാൻ ഇല്ലാത്തപ്പോൾ എത്ര ഏൺ ചെയ്യുന്നുള്ള പേജ് ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. ഇത് ഏകദേശം 2 ലക്ഷം കോയിൻസാണ് മൈൻ ചെയ്യുന്നത് കാണിക്കുന്നത്. അതായത് എൻ്റെ എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു. അപ്പോൾ ആ എൻ്റെ കോയിൻ ബാലൻസിലാണ് നിങ്ങൾ നടുക്ക് കാണുന്നത്. കോയിൻ ബാലൻസിൽ കയറും. അപ്പോൾ എന്താണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വെർച്വൽ ഗെയിമാണ്. അതിലിപ്പോൾ നിങ്ങൾ കോയിൻ ഏൺ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗെയിമിൻ്റെ അകത്തൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ വളർത്തണം. ഏറ്റവും മാക്സിമം വളർത്തി ഏറ്റവും വലിയ ആളാകുന്നൊരു ഗെയിം പോലെയാണ് ഹാംസ്റ്റർ കോമ്പാക്ട്. അപ്പോൾ ഈ വളർന്നുള്ള നമുക്ക് നമ്മുടെ തന്നെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ കോയിൻ ബാലൻസ് ഇൻക്രീസ് ചെയ്യാം, കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. അതെല്ലാം കൊളൈഡ് ചെയ്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമായിട്ടാണ് ഹാംസ്റ്റർ കോമ്പാക്ട് ഇത്ര ഫേമസ് ആയത്. അപ്പോൾ നമുക്കിവിടെ കോയിൻ ബാലൻസ് ആണ്. പക്ഷേ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം നമ്മുടെ പേരാണ് ഇവിടെ മുകളിൽ കാണിച്ചേക്കുന്നത്. എൻ്റെ പേരിലാണ് TJ എന്ന് കാണിച്ചേക്കുന്നത്. അത് നമ്മുടെ CEO പോസ്റ്റ്. നമ്മൾ CEO ആണ് ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൻ്റെ. രണ്ടാമത് കാണിച്ചേക്കണതാണ് ലെവൽസ്. ഇതിലിപ്പോൾ എൻ്റെ മാസ്റ്റർ എന്ന് കാണിച്ചേക്കുന്നത് ടോട്ടൽ 10 ലെവലുള്ള അതിൽ 8ാമത്തേലാണ് ഞാൻ മാസ്റ്റർ എന്ന് കാണിച്ചേക്കണത്. അത് ജസ്റ്റ് ഞാനിപ്പോൾ അത് നെക്കിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് കാണാം മാസ്റ്ററിനുള്ള ഹാംസ്റ്റർ ഇങ്ങനെ ഇരിക്കും. ഇപ്പുറത്തേക്ക് നിൽക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ലോഡാണ് മാക്സിമം വരുന്നത്. അത് 1 ബില്യൺ കോയിൻ ബാലൻസ് വരുന്ന സമയത്ത് നമുക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. അത് താഴത്തേക്കുണ്ട് ലെജൻഡറി, എപ്പിക്ക്, ഡയമണ്ട്, പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്ന് വെച്ചാൽ ഒട്ടും മുടിയില്ലാത്തൊരു ഹാംസ്റ്ററിനെ അവർ വെച്ചേക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിന് ഒരു കൂട്ട്നെസ്, ഒരു തമാശക്കും ചെയ്തേക്കുന്ന സാധനമാണ്. ഇവിടെ കാണിച്ച റാങ്ക് ഇവർ കോയിൻ ബാലൻസ് അല്ല കാണിച്ചേക്കണം, കോയിൻ പെർ അവർ റേറ്റ് ഏൺ ചെയ്യണമെന്ന് കാണിച്ചേക്കണം. അവർ വർക്ക് ചെയ്യാത്ത സമയത്ത്, അതായത് ഈ ഗെയിം എടുത്തില്ലെങ്കിലും 3 മണിക്കൂറത്തേക്ക് എത്ര കോയിൻസ് പെർ അവർ ഏൺ ചെയ്യുമെന്നുള്ള റേറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. അത് നമുക്ക് പിന്നീട് ഇവിടെ കാണാൻ പറ്റുന്നത്, ഞാൻ മാസ്റ്റർ എന്ന സാധനം പറഞ്ഞു, നമ്മുടെ ലെവലാണ് അത് കാണിച്ചിട്ട് ഇവിടെ വന്നേക്കണേലും 3 സാധനങ്ങൾ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ എക്സ്ചേഞ്ച് ഇതാണെന്നുള്ളത്. നമ്മുടെ എക്സ്ചേഞ്ച് നമുക്ക് ചൂസ് ചെയ്യാം, കാരണം നമ്മൾക്ക് എക്സ്ചേഞ്ചിന് CU ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ കോയിൻ പിന്നീട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ എഫക്റ്റ് വരില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം നമ്മൾ എക്സ്ചേഞ്ച് ഒരു ഇമാജിനറി എക്സ്ചേഞ്ച് ഗെയിമിന് വേണ്ടി നമ്മൾ അതിൻ്റെ CU ആയിട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ CU ആവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിപ്പോഴും എപ്പോഴും മാറ്റാവുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് പെർ അവർ. പ്രോഫിറ്റ് പെർ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ഓരോ മണിക്കൂർ ഇപ്പോൾ ഞാൻ 6,90,000 കോയിൻ ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഞാൻ ആക്കിയിട്ടുണ്ട്. അതെങ്ങനെ കൂട്ടണമെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരെയാണ് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ലാംഗ്വേജ്, നമ്മുടെ എക്സ്ചേഞ്ച്, ഡിലീറ്റ് അക്കൗണ്ട്, ഇതെല്ലാം ചെയ്യാം. ഡിലീറ്റ് അക്കൗണ്ട് ഇനി വേണ്ടത്രയ്ക്ക് നിർത്തി പോകാനും ഡിലീറ്റ് അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും കോയിൻ ആനിമേഷൻ ഉണ്ട്. ഫോൺ നിങ്ങൾ കുറേ സ്റ്റക്കാണെങ്കിൽ കോയിൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യുന്ന കോയിനാണ്. സ്റ്റക്കാണെങ്കിൽ കോയിൻ ആനിമേഷനൊക്കെ ഓഫ് ചെയ്തേക്കാം. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ചാർജിനും ഫോണിൻ്റെ പെർഫോമൻസിനും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴത്ത് തന്നെ 3 സാധനങ്ങളാണ് ഉള്ളത്. ഡെയിലി റിവാർഡ്, ഡെയിലി സൈഫർ, ഡെയിലി കോംബോ. അപ്പോൾ ഡെയിലി റിവാർഡ് നമുക്ക് ഓരോ ദിവസവും കയറി അവിടെ ഒരു യൂട്യൂബ് വീഡിയോ ചിലപ്പോൾ കാണാനുണ്ടാവും. താഴത്ത് ഡെയിലി റിവാർഡിൻ്റെ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ അതിനും ഏർണിങ്സ് ഉണ്ടാവും. അതും നമ്മൾ ക്ലെയിം ചെയ്യേണ്ടതാണ്. പിന്നെ താഴത്തും വരെ കുറേ ടാസ്ക്കൊക്കെ ഉണ്ടാവും, അതും ചൂസ് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താലും ഈ വാർഡ്സ് ഉണ്ട്. അത് 3 ഫ്രണ്ട്സിനാണ് 25,000 കോയിൻ വെച്ച് കിട്ടുന്നത്. അതിലൂടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ 1,00,000 കോയിനും കിട്ടും. പിന്നെ വന്നതാണ് ഡെയിലി സൈഫർ. ഡെയിലി സൈഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് അടിച്ചിട്ട് അത് ഒരു വാക്കുണ്ടാവും, അത് ഓരോ ദിവസം മാറി വരും. അത് നിങ്ങൾ ആ കോഡ് അടിച്ച് കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഒരു ഡോട്ടും ഡാഷും അല്ലെങ്കിൽ ഡോട്ടും ഡാഷൊക്കെ ചെയ്യണമെങ്കിൽ ഡോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നിൽക്കുക, ഡാഷ് എന്ന് പറയുന്നത് നെക്കി പിടിക്കുക. അപ്പോൾ അങ്ങനെ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു വേർഡ് ഓരോ ദിവസവും ഉണ്ട്, അതടിച്ച് കൊടുക്കുമ്പോൾ ഡെയിലി സൈഫർ അൺലോക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 1 മില്യൺ കോയിൻ അപ്പോൾ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതല്ലാതെ പിന്നെ ഡെയിലി കോംബോ ഉണ്ട്. ഡെയിലി കോംബോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാർഡ്, അതായത് ഇപ്പോൾ ഞാൻ പറയാം, അതായത് നമ്മൾ ഒന്നും കൂടി തിരിച്ചു പോയിട്ട് അത് കുറച്ചുകൂടി മര്യാദ എക്സ്പ്ലെയിൻ. ഡെയിലി കോംബോ ഞാൻ ഒന്നും കൂടി വരാം. അതായത് ഏറ്റവും താഴത്ത് ഈ കാണുന്നത് ബാറില്ലേ, അതിൽ 5 സാധനങ്ങളുള്ളത്. ഒന്ന് നമ്മുടെ എക്സ്ചേഞ്ച്, ആ എക്സ്ചേഞ്ചിൻ്റെ പേജാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ മൈൻ, ഫ്രണ്ട്സ്, ഏൺ, എയർ ഡ്രോപ്പ്. അപ്പോൾ ഡെയിലി കോംബോ വരുന്നത് ഈ മൈനിൻ്റെ അകത്താണ്. മൈനിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന 3 കാർഡുണ്ടല്ലോ, അത് ഓരോ ദിവസവും ഓരോ 3 സെറ്റായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓൺലൈൻ സെർച്ച് ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ടെലിഗ്രാം ചാനലും ചില യൂട്യൂബ് ചാനലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഏതാണ്. അതുപോലെ തന്നെ മറ്റേ ഡെയിലി സൈഫറിൻ്റെ കോഡും വാക്കും എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നും യൂട്യൂബ് ചാനൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കോയിൻസിൻ്റെ ബാലൻസ് കാണാം. ഇവിടെ 4 ടാബ് കാണാം. PR ടീം, മാർക്കറ്റ്സ്, ലീഗൽ, സ്പെഷ്യൽസ്. ഇതെല്ലാം നമ്മുടെ ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ അകത്ത് നമ്മൾ മാനേജ് ചെയ്യേണ്ട മെയിൻ മാനേജറൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയാം. PR ടീമിൻ്റെ അകത്ത് തന്നെ കുറേ പൊസിഷൻസ് ഉണ്ട്. ഓരോ പൊസിഷനും മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാനും കൂടുതൽ പ്രോഫിറ്റ് ഇടാനും ഓരോ കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് കണ്ടു ഇപ്പോൾ 241 എത്ര പെർ അവർ കൂടും. എന്താണ് ടാസ്ക് എന്നും അതിനോടൊപ്പം എത്രയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത്. കമ്പനിക്ക് അതിൻ്റെ കോസ്റ്റും പറഞ്ഞിട്ടുണ്ട്, കമ്പനിക്ക് കിട്ടുന്ന ലാഭം പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്ക് അതിൻ്റെ കോസ്റ്റ് 1,59,000 ആണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എൻ്റെ ബാലൻസ് കാണിക്കുന്നത് 690.93K. അതായത് ഇവിടെ 6,90,000 ആണ് ഇപ്പോൾ ഉള്ളത്. ഈ 93K മാറുന്നത് കണ്ടോ, അത് എത്രയായിട്ട് മാറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +241 കൂടും. അതിവിടെ ഗോ ഹെഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൂടി മാറിയിട്ടായിട്ട് കാണിക്കാം. കണ്ടോ ഇവിടെ 90.93 ആയിരുന്നു, അത് 91.17 ആയി. ആ 241 അവിടെ കൂടിയപ്പോഴാണ്
ആ സാധനം വന്നത്. അങ്ങനെ നമ്മുടെ പെർ അവർ നമ്മളിത് ആപ്പ് ഓപ്പൺ ചെയ്യലും കൂട്ടാനുള്ള കാർഡ്സ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കോയിൻ ബാലൻസ് വെച്ചിട്ട് കോയിൻ ബാലൻസ് കൂട്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. കോയിൻ ബാലൻസ് ഒരിക്കലും തീർത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കോയിൻ ബാലൻസ് ഒരു ചെറിയൊരു മിനിമത്തിൽ വെച്ചിട്ട് മാക്സിമം ഈ നിങ്ങളുടെ അവർലി റേറ്റ് അല്ലെങ്കിൽ പെർ അവർ റേറ്റ് കൂട്ടാവുന്നതാണ്. അങ്ങനെ കുറേ കാർഡ്സ് ഉണ്ട്. ഇത് PRTവിൻ്റെ പല കാർഡ്സാണ്. കുറേ കാർഡ്സ് ഡയറക്റ്റ്ലി അൺലോക്ക് ചെയ്യാൻ പറ്റും. കുറേ കാർഡ്സിന് വേറൊരു കാർഡ് അൺലോക്ക് ചെയ്ത് കിട്ടുള്ളൂ. ചില കാർഡ്സിന് ഈ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്താൽ കിട്ടുള്ളൂ. അങ്ങനെ പല പല കാർഡ്സിൻ്റെ ലെവലുണ്ട് അത് കിട്ടാനുള്ള. അപ്പോൾ ഓരോ കാർഡ്സ് ഇങ്ങനെ കുറേ ലെവലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട കോസ്റ്റും വേറൊരു കാർഡിൻ്റെ കോസ്റ്റും നോക്കണം. രണ്ട് കാർഡ് തമ്മിൽ ചില കാർഡിന് കോസ്റ്റ് കൂടുതലായിരിക്കും, കുറച്ച് പെർ അവർ റേറ്റ് കൂടുള്ളൂ. അതിപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 3,69,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 1000 കോയിനാണ് പെർ അവർ കൂടാൻ പോകുന്നത്. പക്ഷേ ഇനി ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1,49,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പെർ അവർ കൂടാൻ പോകുന്നത് ഇത്രയാണ്, 259. അപ്പോൾ ഇത് 259 കുറവാണെന്ന് തോന്നുമെങ്കിലും ഇതിപ്പോൾ 1,50,000 വിചാരിച്ചു. 1,50,000 × 2 മറ്റേത് എത്രയായിരുന്നു? മറ്റേത് 3 ലക്ഷമായിരുന്നു. അതെ, അപ്പോൾ ഇത് അതിൻ്റെ പ്രപ്പോർഷനിലാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വില കിട്ടുന്നില്ല. കാരണം 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെപ്പോഴും 750 കോയിൻ ഏകദേശം കാണിക്കണുള്ളൂ. 750 കോയിൻ കാണിക്കണം തന്നെ 4,50,000 നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് കൂടും. നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് കൂടും. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇപ്പോൾ CEO കോസ്റ്റ് നേരത്തേന് കൂടി ഏകദേശം ഡബിൾ ആയല്ലേ, ചിലത് കുറച്ച് കൂടുതൽ ചിലത് ഡബിൾ ആവും. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ അത്ര തന്നെ കൂടുകയില്ല. അതാണ് കോസ്റ്റ് കൂടുന്നുണ്ട്. നമ്മൾ ഓരോ അപ്ഗ്രേഡിലും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് കോമൺ ആണ്, അത് നോർമലാണ്, അതെല്ലാ കാർഡ്സിനും അങ്ങനെ തന്നെയാണ്. അതും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോ PRT ഫണ്ട് മാർക്കറ്റ്സ് അതിനും കുറേ കാർഡ്സ് ഉണ്ട്. അതിൻ്റെയും കുറേ കണ്ട ഓരോ കോയിന് മാർജിൻ ട്രേഡിങ് ഇതെല്ലാം നമ്മുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ചെയ്യണ പരിപാടീസ് എന്നാണ് അവർ പറയണത്. ഇതെല്ലാം നമ്മൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിന് വേണ്ടിയാണ്. നമ്മുടെ ലീഗൽ വന്നിട്ട് ലീഗൽ ഒപ്പീനിയൻ KYC KYB എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിന് വേണ്ടി ചെയ്യണം. എന്നാൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആക്കണം എന്നുള്ളൊരു വിർച്വൽ നടക്കുന്ന ഒരു സാധനമാണ്, കോമ്പറ്റീഷനാണിത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്പെഷ്യൽസ് എന്ന് പറയുന്ന സാധനമാണ്. സ്പെഷ്യൽ കാർഡ്സ് ഉണ്ടോ? ഇതും കാർഡ്സ് ഈ മോളിൽ തന്നെ 3 കാർഡ്സിൽ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ സ്പെഷ്യൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്കി 3 തന്നെ ഏതെങ്കിലും ഒരെണ്ണം അപ്ഗ്രേഡ് ചെയ്യാതിരിക്കാം. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം കാണിക്കണത് അത് നമ്മൾ കാർഡ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ചിലപ്പോൾ CEO ആയിരിക്കും ഈ കാർഡ്, ഇവിടുത്തെ കാർഡ് ചിലപ്പോൾ CEO ആയിരിക്കും, അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ആയിരിക്കും ഇവിടുത്തെ കാർഡ്. അത് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. മിക്ക ദിവസം വന്നത് ഒരു കാർഡ് ചിലപ്പോൾ ഒരു ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് അൺലോക്ക് ചെയ്യേണ്ട കാർഡ്സ് ആയിരിക്കും. ഇപ്പോൾ ഈ കാർഡ്സൊക്കെ കണ്ടോ, ചില കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻവൈറ്റ് 1 more ഫ്രണ്ട്സ്, എന്നാലും ഈ കാർഡ് അൺലോക്ക് ആവുള്ളൂ. അങ്ങനത്തെ ചില കാർഡ്സൊക്കെ അവർ വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കാർഡ് വെക്കുമ്പോഴാണ് അതൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചില ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് മിക്ക ദിവസവും ഈ 5 മില്യൺ അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഈ 3 കാർഡ്സ് കിട്ടണമെന്നില്ല. ഫ്രണ്ട്സ് എന്താണത് അത്രത്തോളം നല്ലത്. സ്പെഷ്യൽ കാർഡ്സിൽ വേണ്ടതാണ് കൂടുതൽ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അതും പെർ റേറ്റിൽ കൂടുന്ന സാധനമുണ്ട്. അല്ലാതെ തന്നെ അതിൽ വ്യത്യസ്തമായിട്ട് വെറുതെ ചിലവഴിച്ച് വെക്കാവുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് ലംബോർഗിനി ഞാൻ മേടിച്ചു. അതും വെറുതെ ഒരു CEO ആയതുകൊണ്ട് നമ്മൾ കുറേ അസറ്റ്സ് ഓൺ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള മാത്രം. അല്ലെങ്കിൽ ജോ റോഗൻ്റെ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഇന്നും നമുക്ക് അവറിലേക്ക് കൂട്ടാൻ പോകണം. പക്ഷേ നമ്മൾ എക്സ്പെൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് കൂടുതൽ ഔട്ട്റീച്ച് കിട്ടി എന്നുള്ളൊരു സാധനം പോലെ നമ്മൾ ഗെയിമിന് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോലെ കാണിക്കണത്. അതായത് റിയൽ വേൾഡിൽ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ദുബായിലും ഓഫീസ് തുടങ്ങി അങ്ങനെയൊക്കെ. എന്നും വേറൊന്നും അവറിലേക്ക് കൂടും. നമുക്ക് അവറിലേക്ക് കൂടുന്ന കുറേ ഇവൻറ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ 3 മില്യൺ കൊടുത്താലാണ് 2,000 കൂടുള്ളൂ. ചിലതൊക്കെ അതിനും കുറവാണ്. ഇപ്പോൾ പുതിയ കാർഡ്സിനൊക്കെ ഭയങ്കര കുറവാണ്. അതായത് 2,000 കൂടണമെങ്കിൽ കണ്ടോ, ഇതിന് 4 ലക്ഷം കൊടുത്താൽ മതി. മറ്റേ 3 മില്യൺ, അതായത് 30 ലക്ഷം കൊടുത്താലേ അത് കൂടുള്ളൂ. നിങ്ങൾ ഒന്നും കമ്പയർ ചെയ്ത് ഏതാണ് ചീപ്പർ ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് എത്ര പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ ന്യൂ കാർഡ്സിലാണ് പുതിയ കാർഡ്സൊക്കെ വരുന്നത്. അത് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കണം. ഇവിടെ ലോക്കായി കിടക്കണമെന്ന് വെച്ചാൽ മിക്കതും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് ചെയ്യേണ്ട സാധനമാണ്. അത് ഞാനിവിടെ ചെയ്യാത്തതുകൊണ്ടാണ് ഇതെല്ലാം ലോക്കായി കിടക്കുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത്രത്തോളം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കാർഡ്സ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ലേറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ലേറ്റായി വന്നിട്ടുള്ളത്, നിങ്ങൾ ഇതിനെയും ലേറ്റ് ആയിട്ടായിരിക്കും ഇപ്പോൾ ചെയ്യാൻ പോകണമെങ്കിൽ ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെയും കൂടുതൽ കാർഡ്സ് എക്സ്പയർ ആയി പോയിട്ടുണ്ടാകും. ചില കാർഡ്സ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചത് മൈ കാർഡ്സ് കാണിച്ച ചില കാർഡ്സ് നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ ടൈം ലിമിറ്റ് ഉണ്ടാവും ആ കാർഡ്സ് അൺലോക്ക് ചെയ്യാനുള്ളത്. അതാണ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് കാണിക്കുന്നത്. എനിക്കങ്ങനെ കുറേ കാർഡ് മിസ്സായിട്ടുണ്ട്. കുറേ ഇനിയും പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നോട്ട്കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സാധനം ഉണ്ടായതാണ്. പക്ഷേ ഞാൻ അത് ആ സമയത്ത് അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പോയി. അപ്പോൾ അതൊക്കെ പോയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതൊക്കെ നിങ്ങൾക്ക് മിസ്സായ കാർഡ്സാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് പിന്നെ താഴത്തെ ടാബിലേക്ക് ഒന്നുകൂടെ പോകാം. മൈൻ കഴിഞ്ഞ് ഫ്രണ്ട്സ് പോയിട്ട് നിങ്ങൾക്ക് കാണാം ഇൻവൈറ്റ് ഫ്രണ്ട് ചെയ്യുമ്പോൾ 5000 ബോണസ്. പ്രീമിയം ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ ഉള്ള ആൾക്കാർ, ടെലിഗ്രാമിൽ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ഡൗൺലോഡ് റേറ്റ് സ്പീഡും അപ്ലോഡ് റേറ്റ് സ്പീഡും അതും പിന്നെ വേറെ കുറേ ഫീച്ചേഴ്സൊക്കെ കിട്ടാൻ വേണ്ടി ടെലിഗ്രാം തന്നെ പ്രീമിയം വെർഷൻ ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതെടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അയാൾ നമുക്ക് കിട്ടുന്ന 25000 കോയിൻ കിട്ടും. ആ ഫ്രണ്ട് ആ ഇൻവൈറ്റ് വഴി ഗെയിം കയറുകയാണെങ്കിൽ. പിന്നെ മോർ ബോണസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മോർ ബോണസ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്ന കാണിച്ചില്ലേ. ലെവൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് കോയിൻ ബാലൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാസ്റ്ററിൻ്റെ അവിടെ നിൽക്കിയിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ എന്ന് പറയുന്നത് 100 മില്യൺ കഴിയണ വരെ മാസ്റ്ററിൽ തന്നെ ആയിരിക്കും. 100 മില്യൺ കഴിയുമ്പോൾ നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് കണ്ട 100 മില്യൺ ഗ്രാൻഡ് മാസ്റ്റർ ആകും. ഫ്രം 1 ബില്യൺ ലോഡാകും. അങ്ങനെ കോയിൻ ബാലൻസ് വെച്ചാൽ നമ്മൾ ഓരോ ലെവലാണുള്ളത്. ഇവിടെ ഫ്രം 10 മില്യൺ ലെജൻഡറി ആണ്. അപ്പോൾ നമുക്ക് തിരിച്ചാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മോർ ബോണസ് കാണാം. നമ്മുടെ ഫ്രണ്ട് ഒരു ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനനുസരിച്ച് നമുക്ക് കോയിൻ എക്സ്ട്രാ കിട്ടും. ഫ്രണ്ട് ഇപ്പോൾ ഒരു ലെജൻഡറിയോ മാസ്റ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷവും പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 1 മില്യൺ കോയിൻസൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത്. പ്രീമിയം മെമ്പേഴ്സ് ആണെങ്കിൽ അതിനും കൂടുതൽ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർ നിങ്ങൾ ഏൺ ചെയ്യാതെ തന്നെ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ ഇതൊരു ഭയങ്കര എളുപ്പ വഴിയാകും. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് നിൽക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാറ്റിലേക്ക് പോകും. അവിടെ പോയിട്ട് ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്യാം. ഏതെങ്കിലും ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവൈറ്റ് ചെയ്യും. പിന്നെ ഇവിടെ കോപ്പി ചെയ്ത് വേറെ ഇതുവഴി എന്നാണ് ഇപ്പോൾ ഇവിടെ ഫീൽഡ് കോപ്പി എന്ന് കാണിക്കുന്നത്. ഷീമനയുടെ കോപ്പി വരേണ്ടത് നമുക്ക് വേറെ ചാറ്റ് ആപ്സായ വാട്സാപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് അവിടെ ലിങ്ക് കൊടുത്തിട്ട് നമ്മുടെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വന്നതാണ് ഏൺ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ റിവാർഡ്സ്, ഡെയിലി റിവാർഡ്സ്. കൂടുതൽ സാധനങ്ങൾ ഡെയിലി റിവാർഡ് വന്നത് ഇവിടെയാണ്. ഈ ടാബ് നിൽക്കുമ്പോൾ അടുത്ത ദിവസം റിവാർഡ് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണാനുള്ളതും അതിലൂടെ കിട്ടുന്ന ഏർണിങ്സ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ വാലറ്റ് ഉണ്ടാക്കണത്. ആ വാലറ്റ് ഉണ്ടാക്കുന്ന കാര്യം ഇവിടെ വന്നത് മനസ്സിലായി. വാലറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, വാലറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇവിടെ എയർ ഡ്രോപ്പ് 15-ാം ടാബിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും കണക്റ്റീവ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നതാണ് ടിക്ക് മാർക്ക് കാണിക്കണം. കണക്ട് ചെയ്യാത്തവർക്ക് ടിക്ക് മാർക്ക് കാണിക്കില്ല, പക്ഷേ കണക്ട് വാലറ്റിന് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കാണും. നിങ്ങൾ ഓൾറെഡി വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ നെക്കി കണക്റ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു പോപ്പപ്പ് പോലെ വരും. ഇവിടെ എന്താണ് ഈ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഈ സാധനത്തിന് ഹാംസ്റ്റർ കോമ്പറ്റിന് കണക്ട് ചെയ്യണം, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഈ നിങ്ങളുടെ വാലറ്റ് ഇതായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാംസ്റ്റർ കോമ്പറ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നിങ്ങൾ എപ്പോഴും 3 മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ 3 മണിക്കൂർ നമുക്ക് നിർബന്ധമില്ല, സമയം കിട്ടുമ്പോൾ വന്നിട്ട് മാക്സിമം കോയിൻ ഉണ്ടാക്കണമെങ്കിൽ 3 മണിക്കൂർ കൂടി തന്നെ സമയം കിട്ടുമ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യുക, കോയിൻ ജനറേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും വന്നിട്ട് ഡെയിലി റിവാർഡ്, ഡെയിലി സേഫ്, ഡെയിലി കോംബോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ എന്താണ് എൻ്റെ നെറ്റ്വർക്ക് പോയാണ്ടാണ് അതിങ്ങനെ കാണിക്കുന്നത്. അത് തന്നെ ഇവിടെ താഴത്ത് നിങ്ങൾക്കൊരു സാധനം കാണാം 8,000 7,200 8,000 ആണ് എനിക്ക് മാക്സിമം ഒരു സമയത്ത് ടാപ്പ് ചെയ്തെടുക്കാവുന്ന കോയിൻസ്. അത് നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ അതിനും കുറവായിരിക്കും. കാരണം സ്റ്റാർട്ടിങ് ലെവലിൽ ഇത് 2,000 അല്ലെങ്കിൽ 2,500 ഒക്കെ ആയിരിക്കും. ഓരോ ടാപ്പിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ കാണിക്കേണ്ടത് 14 ഞാൻ അപ്ഗ്രേഡ് കൊണ്ടുവന്നാണ്. ചിലപ്പോൾ സ്റ്റാർട്ടിങ് 1 കോയിൻ പെർ ടാപ്പായിരിക്കും. അതും അവിടെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബൂസ്റ്റിൽ വന്നിട്ട് കുറേ എറർ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. നെറ്റ്വർക്ക് പോകേണ്ടായിരിക്കും. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ബൂസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ബൂസ്റ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് ഫുൾ എനർജി ബൂസ്റ്റ് ഉണ്ട്. അതായത് ഞാനിവിടെ 8000 നമ്മളിങ്ങനെ നെക്കി ടാപ്പ് ചെയ്ത് കുറയ്ക്കുന്നതനുസരിച്ച് ഇവിടെ കുറയും. അതായത് 8000 കുറഞ്ഞു കഴിഞ്ഞാൽ 0 അത് ഓരോ സെക്കൻഡ് 3 കോയിൻ വെച്ച് എന്ത് കൂടെ ഉള്ളൂ. അപ്പം അത് കൂട്ടാൻ വേണ്ടി അത് ഒരു പ്രാവശ്യം തീർത്ത് കഴിഞ്ഞാൽ ഫുൾ 0 ആകും. പിന്നെ പതുക്കെ കൂടെ ഉള്ളൂ. പതുക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നമ്മൾ വന്ന സമയത്ത് ചെയ്ത് തീർക്കാൻ വേണ്ടി ഫുൾ എനർജി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഡയറക്റ്റ് 8,000 റീഫിലാക്കിയിട്ട് പിന്നെ ടാപ്പ് ചെയ്യാൻ തുടങ്ങാം. അതിനുശേഷം 1 മണിക്കൂർ ബ്രേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8,000 റീഫിൽ ചെയ്യണമെങ്കിൽ എന്നാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞേ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ മൾട്ടി ടാപ്പ് നിൽക്കുമ്പോഴാണ് നമ്മുടെ പെർ ടാപ്പിലുള്ള കോയിൻസ് കൂടി. ഇപ്പോൾ എൻ്റെ 14 കണ്ടത് മൾട്ടി ടാപ്പ് നോക്കിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഓരോ ടാപ്പിനും കൂടുന്നതിന് അടുത്ത ടാപ്പ് ചെയ്യാൻ വേണ്ടി ഡബിൾ വിലയായിരിക്കും. ഇതിന് മുമ്പത്ത് 64,000 ആയിരുന്നു. ഇപ്പം ഇതിൻ്റെ 1,28,000.
അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എനർജി ലിമിറ്റ് എന്ന് പറയുന്നത് എൻ്റെ 8000 കാണിച്ചു. ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് 2000 ആയിരിക്കും. 2000 നിന്ന് അടുത്ത ലെവൽ കൂടാൻ വേണ്ടി കുറച്ച് കൊടുക്കേണ്ടി വരും, കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അതും പിന്നെ ഡബിളായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ പക്ഷേ അപ്പോഴും കൂടുന്നത് വെറും 500 കോയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും അങ്ങനെയാണ്, കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഗെയിമിന് ഫുള്ള് കോസ്റ്റ് കൂടും മിക്ക സമയത്തും. എന്നിട്ട് ആ റേറ്റ് മാത്രം നമുക്ക് കൂട്ടിയാൽ നോക്കണുള്ളൂ. ഇത് നമ്മൾ കൺവീനിയൻസ് വേണ്ടി ചെയ്യുന്ന സാധനമാണ്. അതായത് ചിലർക്ക് ഒറ്റക്കൊറ്റ ആപ്പിൽ തന്നെ ചെയ്താൽ മതി, പക്ഷേ സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. ഇത് പെട്ടെന്ന് സാധനം കഴിയും, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് തന്നെ ഫുൾ ഡേ ഇരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കൺവീനിയൻസ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ എല്ലാവരും ടാപ്പ് ചെയ്യാൻ തുടങ്ങിക്കോ. എൻ്റെ ടെലിഗ്രാം ഇതുവഴി നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടായി നിൽക്കും. ഇനി ഈ ലിങ്ക് വഴി കൂടുതൽ ഏർണിങ്സ് കിട്ടാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് കളിക്കാൻ തുടങ്ങിക്കും. നമുക്ക് പിന്നെ ഇവിടെ ഒരു കാർഡിൽ കാണിക്കുന്നതനുസരിച്ച് ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ ഇത് ഇറങ്ങും, ഇതിപ്പോൾ സ്പെഷ്യൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ ഒരു 300 മണിക്കൂറിൻ്റെ സാധനം കാണിക്കേണ്ടത്. അത് ഏകദേശം 2 ആഴ്ചയാണ്. അപ്പോൾ 2 ആഴ്ച സമയം കൂടി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോയിൻ ടോക്കൺ നമുക്ക് ലഭിക്കാനായി. കോയിൻ ടോക്കൺ ലഭിക്കുന്നത് തന്നെ നമ്മുടെ പ്രോഫിറ്റ് പെർ അവറും കോയിൻ ബാലൻസും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. പ്രോഫിറ്റ് പെർ അവറിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് എങ്കിലും നമുക്ക് കോയിൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനോടൊപ്പം അത്യാവശ്യം കാർഡ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യണം. അതിനും എന്തൊക്കെയാണ് അവരുടെ കൺസിഡറേഷൻ ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. അവർ മെൻഷൻ ചെയ്തേക്കുന്നത് പ്രോഫിറ്റ് പെർ അവറും ബാക്കി കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ്. ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ സ്പെസിഫിക്കലി പറയാത്തതുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇൻവെസ്റ്റർ ആയിരിക്കണം, അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കളിക്കാൻ തുടങ്ങുമ്പോൾ മാക്സിമം ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കോയിൻസ് കിട്ടി, കോയിൻസ് നല്ലൊരു എക്സ്ചേഞ്ച് ലിസ്റ്റായി, അത് പ്രൈസ് ആവുന്നൊരു ഉറപ്പും അവരങ്ങനെ പറയുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലത്, വന്നില്ലെങ്കിൽ ഇതൊരു ഗെയിം പോലെ തന്നെ ആസ്വദിക്കേണ്ടതാണ്. കാരണം ഇതൊരു അത്യാവശ്യം എക്സൈറ്റിംഗ് ഗെയിമാണ്. അവർക്ക് ഇനിയും പ്ലാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഗെയിം ഇനി ഡെവലപ്പ് ചെയ്ത് വേറെ ഇതിൽ കൊണ്ടുവരാനും വേറെ ആൾക്കാരായിട്ട് നമുക്ക് ഓൺലൈനിൽ കോമ്പീറ്റ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും കോമ്പാറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കാരണം ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് തന്നെ. അപ്പോൾ അതൊന്നും നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നോക്കാം, കണ്ടറിയാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി 2 ആഴ്ചത്തേക്ക് വെയിറ്റ് ചെയ്യാം. കോയിൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവറും കോയിൻ ബാലൻസ് എക്സ്ട്രാ വേറെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. കുറച്ച് ടോക്കൺസ് അലോട്ട് ചെയ്യും ഹാംസ്റ്റർ കോയിൻ്റെ. അത് നമുക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ അതും ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, സീ യു ഗൈസ്.